ഇറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ ഒരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കല്ലു, സാധാരണ ഈ സ്വാമിമാരൊക്കെ സംസാരിക്കുന്നവരായിട്ടുണ്ട്. ക്രോധം, മോഹം, മതം, മാത്സര്യം ഇതൊക്കെ നിങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. മത്സര ബുദ്ധി തീരെ പാടില്ലെന്ന് എപ്പോഴും ഉപദേശിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, വേറെ ഏതെങ്കിലും സ്വാമിമാരെ കുറിച്ച് നമ്മൾ അവരോട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാല് അതിന് നല്ലത് ഞാനാണ് എന്ന് പറയുന്നൊരു മൈൻഡ് അവർ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാണ്, ചെറിയൊരു മത്സര ബുദ്ധിയൊക്കെ തീർച്ചയായിട്ടും ജീവിതത്തിൽ വേണം. ഇതിപ്പോ എല്ലാരും തമ്മിലുണ്ട്. ഇപ്പൊ ഒരു ഉത്സവം നടക്കുകയാണെങ്കിൽ രണ്ട് കരക്കാർ തമ്മിൽ ഒരു മത്സരം ഉണ്ടാവും. അങ്ങനെ രണ്ട് പൂരം നടത്താൻ പറ്റിയ ടീമുകൾ അവരാണ് നമ്മളോടൊപ്പം റോക്ക് ആൻഡ് റോളിലുള്ളത്. നമുക്ക് വിളിച്ചാലോ? വിളിക്കാം. ആദ്യം വരുന്നു ടീം ദേവാസുരം. ഫെയർ ഡാൻസ് ഒക്കെ വേറെ ലെവല്. നീനു മാത്രമല്ല, മറ്റേ ഏകാംഗ നൃത്തമായിരുന്നു. അപ്പൊ ഇനി നമ്മള് പിന്നെ ഇവരെ ഇരുത്തിയിട്ട് നമുക്ക് അടുത്ത ടീമിനെ വിളിക്കണം. മത്സരം ഉണ്ടെങ്കിലല്ലേ ഗുമ്മാവുള്ളൂ. അടുത്ത ടീം എങ്ങനെയാണ്, ജോഡിയായിട്ടാണോ അതോ വേറെ തിരിഞ്ഞാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടേ. അതിനു മുൻപ് നമുക്ക് ഇവരെ ഇരുത്താം. ഇവരെ ഇരുത്തലാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി. ചെന്നോ, അവിടെ ഇരുന്നോ. താങ്ക് യു. ടീം മധുരരാജ. ഒരു രക്ഷയില്ലാത്ത ഡാൻസ് ആണ്. ഡാൻസിന്റെ ഒക്കെ ലെവല് മാറി മാറി വരുന്നുണ്ട്. ഇങ്ങനെ പെയറായിട്ട് സെറ്റ് ചെയ്ത് കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവേശത്തോടുകൂടി ചാടി ഇറങ്ങി കളിക്കാൻ പറ്റൂല എന്നൊരു മിസ്റ്റേക്ക് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളങ്ങ് പേരായാൽ മതിയായിരുന്നല്ലോ. ഞങ്ങൾ തമ്മിലുണ്ടല്ലോ ഒരു തരത്തിലും പേറാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ഇതേ ഉള്ളൂ. കല്ലു, എത്ര കാലം മുടി വളർത്താൻ തുടങ്ങിയിട്ട്? ഞാൻ 8 കൊല്ലമായി. എന്ത് കാര്യത്തിന് കണ്ടില്ലേ? 5 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ കല്ലുന്നൊക്കെ. ഇത് ഞങ്ങളുടെ ഇന്നത്തെ സ്ട്രാറ്റജിയാണ് കേട്ടോ. ഈ മുടി ഇങ്ങനെ കൊണ്ടുവന്നില്ലേ, അത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഇന്നത്തെ സ്ട്രാറ്റജിയാണ്. അതായത് ഞങ്ങള് തോറ്റു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്യാപ്റ്റൻ മുട്ടയടിക്കും. അതാണ് സ്ട്രാറ്റജി. പുള്ളിക്ക് സ്വന്തമായിട്ട് മുടിയില്ല, അതുകൊണ്ട് വിഗ് ഒരു തെരുവ് ഉണ്ടാക്കി പോക്കോളാം. ഞങ്ങൾക്ക് വേണ്ട വിഗ് കയ്യിലൊത്തും. ശരി, എന്നാ മധുരരാജ ടീം ചെന്നിട്ട് സീറ്റിലേക്ക് കയറിക്കോ. നമുക്ക് മത്സരം തുടങ്ങാനുള്ള സമയമായിരിക്കും. രണ്ട് ടീമുകളും ഇപ്പൊ സ്ട്രാറ്റജി ഒക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ എപ്പിസോഡ് കാണുന്ന ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത്, ഒരു പെൺകുട്ടി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മറ്റേ ചേട്ടന്റെ പരിപാടി ഭയങ്കര രസാട്ടോ. ചെയ്ത് ചേട്ടൻ, എന്റെ പേര് മറ്റേ സുക്കുടുവാവയില്ലേ, വൈചേട്ടന് വരുന്നില്ല, പക്ഷെ സുക്കുടുവാവ. എനിക്ക് തോന്നണേ ഇങ്ങനെ ഓരോരോ പേരുകൾ വിട്ട് കഴിഞ്ഞാൽ നന്നാവും എനിക്ക് ആ സമയത്ത് തോന്നിയായിരുന്നു. അല്ല, തീർച്ചയായിട്ടും നമ്മളെ ഒരു ഇഷ്ടമാവുന്ന പേരാണ്. കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ എല്ലാം ഫുൾ നെഗറ്റീവാണ് ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി ഞാൻ ആൾക്കാരായിട്ട് ഞാൻ ഇതാണ്, ഇത്രയേ ഉള്ളൂ എന്ന് അറിയിക്കാനായിട്ട് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഇത്രയാണ് നിങ്ങൾ. അങ്ങനെ അത് ഞാൻ ഐ ആം ഹാപ്പി. ടീം മധുരരാജയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ബൈചേട്ടന് പേരിട്ടത് ടീം ദേവാസുരാണ്. ജൂഹി അറിയപ്പെടുന്നത് ലച്ചുന്നാണ്. ലച്ചുന്നും വെള്ളിമൂങ്ങാണ്. ലച്ചുന്നും വിളിക്കാറുണ്ട്, വെള്ളിമൂങ്ങാന്ന് വിളിക്കാം. റോട്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴത്തേക്കും ലൈക് ആമ്പിളേരെ ഉറക്കി വിളിച്ചു പറയും വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞു. അത് ഉപ്പുമുളകിന്ന് എനിക്ക് കിട്ടിയ പേരാ വെള്ളിമൂങ്ങ. അല്ലാതെ രൂപം കൊണ്ടല്ല, ഇങ്ങനെ മതി. നമുക്ക് അഖിലിന് എന്ത് പേര് കൊടുക്കാം?
പൊറിഞ്ചു നല്ല പേരല്ലേ? പൊറിഞ്ചു നല്ല പൊറിഞ്ചു ഉഗ്രം പേര്. നിനക്ക് പൊറിഞ്ചു അഖിൽ. മാസല്ലേ പൊറിഞ്ചു മറിയം ജോസ്. നീ വട്ടോളി പൊറിഞ്ചു. ഇല്ല പുള്ളിക്ക് മറ്റേ മുളയടിയുണ്ട്, ചളിയടി. അപ്പൊ പൊറിഞ്ചു എന്ന് ഉറപ്പിക്കല്ലേ നമ്മള്? ഞങ്ങൾ ഉറപ്പിച്ചോ? വെറും പൊറിഞ്ചൊരു സുഖമല്ല, വട്ടോളി പൊറിഞ്ചു. വട്ടോളി പൊറിഞ്ചു ആണോ? അർജുൻ വട്ടോളി പൊറിഞ്ചു, നമ്മള് പൊറിഞ്ചു അഖിൽ എന്ന് വിളിക്കും. പൊറിഞ്ചു ആക്കി. അങ്ങനെയാണെങ്കിൽ ഈ മാമോദിസൊക്കെ മുക്കി കഴിഞ്ഞാല് നമ്മൾ ഈ പേര് വിളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. വട്ടോളി പൊറിഞ്ചു, വട്ടോളി പൊറിഞ്ചു, വട്ടോളി പൊറിഞ്ചു. കോടതിയിൽ മറ്റേ പുള്ളി അവനെന്തോർത്തറിയോ? ആട് തോമ, ആട് തോമ, ആട് തോമ. ഇതല്ല, ഇത് പൊരിഞ്ഞു പൊരിഞ്ഞു. അതെ, ഇതൊക്കെ പറയുമ്പോഴും ഈ പേരിടാൻ പോയി അവന്റെ ചെവിയിൽ വിളിക്കുന്നതൊക്കെ ആരാന്നറിയാമോ? അപ്പന്റെ പേരിൽ ചെത്തിക്കൊണ്ടിരിക്കുന്നവരാ. പിന്നല്ല, എന്റെ അപ്പൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്തു, യെസ് കല്ലു. ഇനിയിപ്പോ ടീമൊക്കെ സ്ട്രോങ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചീഫ് ഗസ്റ്റിനെയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മുടെ കേരളക്കരയുടെ മുഴുവൻ മനുഷ്യ മനസാക്ഷിയെയും ഞെട്ടിച്ച ഒരു സംഭവത്തിന്റെ ഉത്തരവാദിയാണ് ഇന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ക്രിമിനൽസ് വല്ലോ? ഞാനും അതെ, ഈ കൊലപ്പുള്ളിയൊക്കെ ചന്ദ്രൻ എന്നൊക്കെ പറയും പോലെ പറയുന്നത്. അല്ല, സത്യത്തില് ആ വ്യക്തി അതിന് വേണ്ടിയിട്ട് ഉത്തരവാദിയായിരുന്നില്ല. ചില സമ്മർദ്ദങ്ങളുടെ ഒക്കെ പുറത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. പെട്ടുപോയതാണ്. നമ്മള് സെലിബ്രിറ്റീസിനല്ലേ ഇവിടെ വിളിക്കാറുള്ളത്. സാഞ്ചേട്ടാ, ഇത് നമുക്ക് പ്രസിദ്ധരായിട്ടുള്ള ആരെ നമ്മുടെ ഫ്ലോറിലേക്ക് കൊണ്ടുവരാന്നുള്ള കാര്യം നമ്മുടെ കമ്പനി സമ്മതിച്ചേക്കണം. അത് കൊള്ളാം, നല്ലൊരു ക്ലാസ്. നമുക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ അതിഥിയെ നമ്മുടെ റോക്ക് ആൻഡ് റോളിലേക്ക് സ്വാഗതം ചെയ്യാം. കേരളക്കരയെ മുഴുവൻ ഞെട്ടിച്ച, മനസാക്ഷിയെ പിടിച്ചുലച്ച ഒരു സംഭവത്തിന്റെ ഏറ്റവും ആദ്യത്തെ കണ്ണി ജോർജ് കുട്ടിയുടെ മകൾ അഞ്ജു ജോർജ്. അഞ്ജുവ, നമസ്കാരം. മാത്തുവിന്റെ ഇൻട്രോ ഒക്കെ കേട്ടപ്പോ ഞാനിത് ആരാന്നൊക്കെ വിചാരിച്ചു. അവസാനം പിന്നെ ജോർജ് കുട്ടിയുടെ മകൾ എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിലായത് എനിക്ക്. അത് കല്ലു, ദൃശ്യം സിനിമ തന്നെ അങ്ങനെയായിരുന്നു. ആരാണെന്ന് മനസ്സിലായോ? പോലീസല്ലേ? പിന്നെ സെക്യൂരിറ്റി ആണെന്ന് വിചാരിച്ചു. ഐ ആം തോമസ് ബാസ്റ്റേഡ്, തോമസ് ബാസ്റ്റിൻ IAS. IAS IPS. പിടിക്കാൻ സാറെ താക്കോലില്ല കൊടുത്തത്. ഇവൾ പഠിച്ച കള്ളിയാണ്. നമ്മൾ ചോദ്യം ചെയ്ത് പീക്കിലെത്തുമ്പോൾ ഇവൾ ഫിക്സ് വന്നതായിട്ട് അഭിനയിക്കും. താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ ആ അടവ് നടക്കില്ല. ഞാൻ കടക്കൽ വെച്ച് വെട്ടുന്ന ആളാണ്. ഓപ്പറേഷൻ കൈ തന്നില്ല. ഓക്കെ, ഇങ്ങോട്ട് നടന്നിക്കോ. നിന്റെ അച്ഛനും അമ്മയും അനുജത്തിയും ഇല്ലാത്ത ഒരു സമയവും സന്ദർഭവും ഞാൻ പതുങ്ങി കാത്തിരിക്കുകയായിരുന്നു. അയ്യേ, സാർ എത്രക്കാരനായിരുന്നു? അതിനല്ല, അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. നിന്റെ തന്ത ജോർജ് കുട്ടിയേക്കാളിൽ ബുദ്ധിയുള്ളവനാണ്. അവൻ എന്താണ് വിചാരിച്ചത്? ഞങ്ങൾ പോലീസുകാർ വെറും മരയൂളകളാണെന്നു. ബ്രില്യന്റ് ആയിട്ടുള്ള ആളാക്കാണ്. നിങ്ങൾ വിചാരിക്കും ഈ ഫ്ലോറിൽ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ എത്തിച്ചു എന്ന്. അതിനുകൊണ്ട് ഞങ്ങളുടെ ബ്രില്യൻസ് കേരളത്തിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെന്ന് ഭാവിച്ച് തലക്കനം കയറി അഹങ്കരിച്ച് നടക്കുന്ന ഉണ്ണി എന്ന ആളുമായിട്ട് കൂടി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി നീ ഇവിടുന്ന് ചലിക്കണമെങ്കിൽ ഞാനും ഈ നിൽക്കുന്ന സുസ്മിതയും വിചാരിക്കണം. നിസ്സാരമായ നിന്റെ ഒരു ഫോട്ടോ എടുത്തതിന്റെ പേരിൽ വരുൺ പ്രഭാകർ എന്ന് പറയുന്ന പാവം പിടിച്ച പയ്യന്റെ തലക്കടിച്ച് ജിഞ്ചിഞ്ചായി കൊന്നു കുഴിച്ചു മൂടിയിട്ട് പിടിക്കപ്പെടില്ല എന്ന് നീ വിചാരിച്ചു അല്ലേ? പിടിക്കണം. എന്താ സാറേ? പിടിക്കണ്ട. അയ്യോ, ഞാൻ സാറ് തല കറങ്ങും. എന്താണെന്നറിയാവോ സാർ? ഈ ചോദ്യം ചെയ്യുമ്പോ ഒരു 4 റൗണ്ട് ഇങ്ങനെ കറങ്ങും. അത് കഴിഞ്ഞ് 1 റൗണ്ട് തിരിച്ചു കറങ്ങാൻ മറന്നുപോയി. സാറേ, സാർ മട്ടം വലുതും വേണം സാറേ. മണപ്പിക്കണം. ടെൻഡൻസി അങ്ങ് മാറട്ടെ. സ്ഥിരമായത് നാരങ്ങ മണക്കണം, അപ്പൊ ശരിയാവും സാറേ. സാറേ
അതൊക്കെ ഉള്ളതാ, സ്ഥിരമുള്ളതാ. കേസന്വേഷണം. ഓക്കെ നിനക്കിനി രക്ഷപ്പെടാനാവില്ലടി. സാറിന്റെ കൂടെ ഞാൻ 10 വർഷമായി കൂടെ കൂടിയിട്ട് ഊട്ടി, മൈസൂർ, ബാംഗ്ലൂർ, കൊടൈക്കനാൽ എന്തുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട്. അല്ല, അത് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്. കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പോയത്. അതെ അതെ. നിങ്ങൾ വേറെ ഏതാണ്ട് ഉദ്ദേശിച്ചോ? അയ്യോ, പാവം നിൽക്കുന്നു, പാവങ്ങളാന്ന്. പാവം, ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരനെ കൊന്ന് പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ട് അത് അവിടുന്ന് എടുത്ത് വേറെ എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചിട്ട് പാവങ്ങളാണെന്ന്. ഇതിന്റെ എഫ്ഐആർ വായിച്ചിട്ടേ ഞാൻ 7 ദിവസമാണ് പനി പിടിച്ച് വിറച്ചു കിടന്നത്. ഇപ്പോഴും ഒന്ന് വിറയിൽ മാറിയിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ചത്ത പശുവിനെ കൊണ്ട് കുഴിച്ചിട്ടത്? ജീവനുള്ള പശുവാണെങ്കിൽ കുഴി തുറന്ന് പുറത്തു വരില്ല സാറേ. മഹാബ്രില്യന്റ് ആണല്ലോ ഈ കുട്ടി. ഇവൾ ജോർജ് കുട്ടിയുടെ മകൾ തന്നെ. സുസ്മിതേ, നീ എന്തിനാണ് ഈ പാറപ്പള്ളിയിൽ ഞാനും കൂടെ പോയത്? സുസ്മിതേ, അതിവിടെ ചോദിക്കേണ്ട ചോദ്യമാണ്. എന്താ? ദൃശ്യം 1 ഞാനില്ല, ദൃശ്യം 2 ഉള്ളൂ. അപ്പൊ അനാവശ്യ ചോദ്യമാണത്. ആ ചോദ്യം കട്ട് ചെയ്ത്. അതും പോരാഞ്ഞ് ചോദിക്കൂ സാർ. വരും പ്രഭാകരൻ എന്ന ചെറുപ്പക്കാരനെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് അവിടെ തെങ്ങ് വെക്കുന്നതിന് പകരം വാഴ വെച്ചു. അതിന്റെ അർത്ഥം അവന്റെ കൊലയോടെ വെട്ടി തിന്നാനുള്ള വ്യാമോഹമല്ലേ നിങ്ങളത്? അന്വേഷിക്കും തോറും കുരുക്കുകൾ മുറിമുറി വരികയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സുസ്മിതേ, സാർ, ഇനിയും വെറുതെ വിട്ടിട്ട് കാര്യമില്ല. യു കാര്യോ. സത്യം പറയടി, എന്താണെന്ന് സംഭവിച്ചത്? എടി, നീ സത്യം പറഞ്ഞു എന്റെ അടുത്ത്. എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കരുത്, സത്യം പറഞ്ഞോ. പറയടി, അന്ന് എന്താ അവിടെ സംഭവിച്ചത്? ആരാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്? വരണ നീ എപ്പ കണ്ടു? എടി, നിന്നോട് സത്യം പറയാൻ പറഞ്ഞു. നീ എന്നാണ് ഇങ്ങനെ ഇരിക്കുന്നത്? സത്യം പറയടി. ചെയ്തിട്ടില്ലേ? എന്ത് ചെയ്തിട്ടില്ലെന്ന്? പിന്നെ കണ്ടതൊക്കെ അവിടെ നീ ജോർജ് കുട്ടി നിന്നോടെ ഉണ്ടായിരുന്നോ? ആ സമയത്ത് നീ എവിടെയായിരുന്നു? നീ എപ്പ വിളിച്ചു ഫോണില്? അവിടെ എപ്പ കയറി വന്നു? പറയടി അങ്ങോട്ട്. പറയാൻ പറ്റില്ല നിനക്ക്. പറയടി. എന്റെ കയ്യിൽ നിന്ന് മോശപ്പെട്ടത്. എന്താ? അയ്യോ 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 അയ്യോ. സാറേ, സാറേ ഇത് കൊടുത്തേ. അയ്യോ എന്താ സാറ്? സാറേ പിടിക്ക് സാറേ. സാറേ താക്കോല് പിടി. അങ്ങനെയാ? എനിക്ക് സാർ, എനിക്ക് എനിക്കെന്താ പറ്റി? ഒന്നുമില്ല സാർ. ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഞാൻ ഈ കിടന്ന് ചക്രശ്വാസം വലിച്ചത്? ഒന്നും പറ്റിയിട്ടില്ല. ഇതെന്താ ഇത്? അത് അയ്യോ, താക്കോല് വരെ ഒടിച്ചു കളഞ്ഞു. താക്കോലായിരുന്നു. താക്കോല് 3 പീസായല്ലോ സാർ. സാറേ എനിക്ക് സാറേ, എനിക്ക് സാറേ. അപ്പൊ എനിക്ക് എന്നാ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ല സാറേ. എനിക്ക് എന്റെ അമ്മേ, സാറിന് ഇത്രയും വീട്ടോ അമ്മേ. നാക്കിന്റെ മുറിഞ്ഞാന്ന് നോക്കിയേ. ചെറുതായിട്ട്. ആ കറക്റ്റ് സമയത്ത് താക്കോൽ കൊണ്ട് വെക്കണ്ടായിരുന്നു. കൊടുത്തില്ലേ? അയ്യോ, ഞാൻ എന്തൊരു മണ്ടത്തരമാണ്. എന്റെ കുഴി ഞാൻ തന്നെ തോണ്ടി. ഇനി ഇവിടെ നിൽക്കണ്ട, പോയേക്കാം. സാറേ ഇപ്പൊ താക്കോല് വരാൻ പതൊക്കെ വന്നായിരുന്നു. വൃത്തികേടായല്ലോ. കല്ലു, 2 പോലീസുകാർ വന്നിട്ട് ചുറ്റും നടന്ന് കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് മൻസിബയെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റിയില്ല. ഒരു വാക്ക് പോലും പുറത്തി അടിക്കാനായിട്ട് പറ്റില്ല. താക്കോല് പോലും കൊടുത്തില്ല. അതാണ് കിട്ടിയാള് താക്കോല് ഒടിച്ചു കളഞ്ഞു. അൻസിബിയെ കുറെ നേരമായിട്ട് കറുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അതൊറ്റ ആളെ ഉണ്ടാവുള്ളൂ. ഹായ് സിബ. ഒരു സെക്കൻഡ്. കുഴപ്പമുണ്ടോ? വന്നോട്ടെ. ഞാന് ഒരു സത്യം ഈ ഫ്ലോറിൽ എന്നോട് പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ജിത്തു അറിയാലോ, എന്റെ വെരി ക്ലോസ് ഫ്രണ്ട് ആണ്. ഞാൻ പറഞ്ഞോട്ടെ, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഴപ്പമുണ്ടോന്ന് പറയാം. എന്നെ അറിയോ? അറിയാം, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ. ഞാൻ ജിത്തു വിളിച്ചിരുന്നു. എന്നെ 3rd സിനിമയുടെ ഷൂട്ട് ഇപ്പൊ സ്റ്റാർട്ട് ആവാൻ പോകുന്നുണ്ടല്ലോ. ദൃശ്യം 3യോ? ദൃശ്യം 3യുടെ 3rd. അപ്പൊ എന്റെ ക്യാരക്ടർ ശ്യാം കുട്ടൻ എന്നാണ്. നല്ല പേര്, ശ്യാം കുട്ടൻ. അതെ. നല്ല അപ്പൊ ഹൻസിബിനെ കല്യാണം കഴിക്കുന്ന ക്യാരക്ടർ ഞാനാണ് ചെയ്യാൻ പോകുന്നത് 3rd. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ അച്ഛനും മോളുമായിട്ട് അവിടെ പോയി തിന്ന കല്യാണം കഴിക്കണ വേഷമല്ലേ? അച്ഛനും മോളോ? നിങ്ങൾ അച്ഛനും മോളുമായിട്ടല്ലേ തോന്നുന്നു? ആണോ? അങ്ങനെ തോന്നുന്നു? സത്യമാണ്. അൻസിബേനെ കല്യാണം കഴിക്കാൻ പോകുന്ന ശ്യാം കുട്ടന്റെ ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനേക്കാളും നല്ലത് ആ ചെക്കനെ ഞാൻ തലക്കടിച്ച് കൊല്ലണ്ടായിരുന്നു.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സാംകുട്ട കിട്ടേണ്ടത് കിട്ടിയില്ലേ? ഇനി അവിടെ ഇരുന്നോ. ബ്രേക്ക്ഫാസ്റ്റ് ഇനി ലഞ്ചുണ്ട്. എന്തായാലും നമുക്ക് അൻഷിബയോട് ചോദിക്കാൻ വേണ്ടിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ എല്ലാം കൂടി ഇപ്പൊ ചോദിച്ചു തീർക്കുന്നില്ല. അവിടെ ഒരു വലിയ സീറ്റ് ഞങ്ങൾ അൻഷിബയ്ക്ക് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. അവിടെ ചെന്നിരിക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് ഞങ്ങൾ ചോദിക്കാൻ പോവാണ്. താങ്ക് യു സോ മച്ച്. ശരി. കല്ലു മാത്തു പഞ്ചർ വൺ. അതിന് നല്ലൊരു കാര്യം പറയട്ടെ. റോക്ക് ആൻഡ് റോൾ ട്യൂബ്സ്. കാറ്റ് പോകില്ല, ഇനി ദീർഘമായ സഞ്ചാരം. റോക്ക് ആൻഡ് റോൾ ട്യൂബ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗെയിം ആരംഭിക്കാം. എല്ലാ ട്യൂബുകളും റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ ടീം മധുരരാജയിൽ നിന്ന് ആര്? ടീം ദേവാസുരത്തിൽ നിന്ന് ആര്? ടീം മധുരരാജയിൽ നിന്നും ഹരിത. ടീം ദേവാസുരത്തിൽ നിന്നും അശ്വതി. ബസർ അടിച്ചു തീരുന്നതിന് മുൻപ് എത്ര ട്യൂബുകൾ നിങ്ങളെടുത്ത് നിങ്ങളുടെ തലയിൽ കൂടെ ഇട്ടിട്ടുണ്ടോ അത്രയും നിങ്ങൾ വിജയിച്ചു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നടന്നു കല്ലു മാത്തോ ശക്തിയേറിയുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു 2 ട്യൂബ് കൂടെ ഉണ്ടായിരുന്നു. കളി കുറച്ചുകൂടി മാറിയാനായിട്ട്. അതെ കയ്യിന്ന് പോയാൽ ഒരു ഇഞ്ചോടിഞ്ചുള്ള വ്യത്യാസത്തിൽ ഈ മത്സരത്തിൽ വിജയിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അശ്വതി. നമ്മുടെ ഈ ഓരോ റൗണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അടുത്തൊരു നിയമം മാറുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരാൾ ഇട്ട സാധനം തന്നെ നമുക്ക് വേണമെങ്കിൽ ഊരിയെടുക്കാൻ പോയിട്ട്. അതെ, അതായത് മറ്റൊരാൾ കഴുത്തിലേക്ക് ഇട്ട സാധനം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഊരിയെടുക്കാനുള്ള ശ്രമം കൂടി നടത്താം. അത് ബസർ അടിക്കുന്നത് വരെ മാത്രമാണ്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നിങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം തമ്മിത്തല്ല് മാത്രമാണ്. അതായത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു യുദ്ധതന്ത്രമാണ്. ചൈന ടിബറ്റിനെ പിടിച്ചെടുക്കുക, വേറൊരാളുടെ സാധനം പിടിച്ചെടുക്കുക എന്നുള്ളത് യുദ്ധതന്ത്രം. അവന്റെ നല്ല വാങ്ങിക്കാന്നുള്ളത് തെണ്ടിത്തരും. അല്ല, നമ്മൾ ഇനിയും നിയമങ്ങൾ മാറ്റും. ഇനി മത്സരം മുറുകുമ്പോ നിയമങ്ങൾ മാറ്റും. അതെ, മൂന്നാമത്തെ റൗണ്ടിലേക്ക് കിടക്കണം. നമ്മൾ വേറെ ആയിരിക്കും റൗണ്ട്. അടുത്ത റൗണ്ടിൽ മത്സരിക്കാനായിട്ട് എത്തുന്നു ടീം ദേവാസുരത്തിൽ നിന്ന് സാജൻ, ടീം മധുരരാജയിൽ നിന്നും ശ്രീജിത്ത്. മലയാള സിനിമയിലെയും മലയാള സീരിയൽ രംഗത്തെയും 2 നായകന്മാർ തമ്മിൽ പോരടിക്കുന്നു. അതെ, പൊളിക്കും. ഇത് പൊരിഞ്ഞ പോരായിരിക്കും. ഇതിനകത്ത് നിയമം ഒരല്പം മാറ്റിയിട്ടുണ്ട്, ഒരല്പം ക്രൂരമാക്കിയിട്ടുണ്ട്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പറിക്കാനുള്ള അവസരം കൂടി നിങ്ങൾക്ക് വേണ്ടിട്ട് തരാം. അതെ, റെഡിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓടിക്കോ. നിന്നെ ഞാനിന്ന് കൊല്ലോണ കുരുത്തം കെട്ടവന്. നീ എന്നെ താഴ്ത്തിക്ക് വലിച്ചിടല്ലടാ. ഒന്നിൽ എത്തിച്ചേർത്തിരിക്കുന്നു ശ്രീജിത്ത് വിജയുടെ ഒറ്റ കഴിവുകൊണ്ട്. അതെ,
പക്ഷെ വിചാരിക്കുന്ന പോലെ കേട്ടോ നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാൻ വെച്ച് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷെ അവിടെ പോയപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വെച്ച് കൈവിട്ട് പോയിന്ന് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. ഇനിയിപ്പോ എന്തായാലും മത്സരം പോരാട്ടം കുറച്ചുകൂടി കടുക്കാനായിട്ട് പോവാണ്. കാരണം ഒന്നാമത്തെ റൗണ്ടിൽ കണ്ട പോലെയല്ല നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ കണ്ടത്. ഇനി മൂന്നാമത്തെ റൗണ്ടിൽ വരുന്നത് 2 പെൺപുലികളാണ്. ടീം മധുരരാജയിൽ നിന്ന് വരുന്നു വരദ, ടീം ദേവാസുരത്തിൽ നിന്നും ഹർഷ. ഒന്നേ ഒന്നിനാണ് നിൽക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ റൗണ്ടാണ് നമ്മുടെ ഫൈനൽ റൗണ്ട്. അതെ. അപ്പൊ ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീമായിരിക്കും വിജയിയായിട്ട് വരാ. വരദയ്ക്ക് എന്തത്ര വിഷമം? എന്താ? ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഹർഷനെ നന്നായിട്ട് അറിയുന്നോണ്ട് അത് ഭയങ്കര ഇപ്പൊ ഇങ്ങനെ നിക്കുന്നില്ലേ, ഇങ്ങനെയൊക്കെ നിക്കുന്നില്ലേ, ഇതൊന്നുമില്ല ഹർഷ. അതെനിക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയുന്നോണ്ട് അതിന്റെ ഒരു ടെൻഷൻ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. അതെ അതെ അതെ. ചേച്ചി പേടിക്കണ്ട, ഹർഷ ചേച്ചിക്ക് കുറച്ച് പ്രശ്നമുണ്ട്, ഇന്ന് വയ്യാതിരിക്കുക. ചെറിയ രാവിലെ 2 ഗുളി കഴിച്ചു. ഹർഷ എന്താണ് എലിക്കും കൈ കൊടുത്ത് നിൽക്കട്ടെ, പറ. അല്ല, പിന്നെ എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ ഈ പിന്നെ വരദ പറഞ്ഞതുപോലെ തന്നെ വരദയുടെ പവർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രണ്ടുപേരും അവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നു. നീ എത്ര സുന്ദരി, ഞാനെത്ര സുന്ദരി, ഞാനെത്ര സുന്ദരി, നീ എത്ര സുന്ദരി. ആ ലൈനാണ്. ഒരു പാലോട്ടം പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതെ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, മത്സരം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണൂല. ആരാണോ അവള് ഭയങ്കര നല്ലതാ എന്ന് പറയുന്നത് അവളാണ് അടിച്ചിടുക. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. തുടങ്ങിയാൽ നമുക്ക് മത്സരം. Your time starts now. ഈ പുഴുകൾ കിടന്ന് കടികൂടുമല്ലോ. അടിയെടുക്കാം. തള്ളി മറിച്ചോളാം. എല്ലാം കയ്യിൽ പോയിരിക്കാണ് വേഗം. വരദയുടെ കൈ പോയിരിക്കാണ്. എടുത്തിട്ടോ. കല്ലു, ഉഗ്ര മത്സരമായിരുന്നു, പൊരിഞ്ഞ പോരാട്ടം. ഇതാണ് ഇതുവരെ ഇന്നത്തെ മത്സരത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ല പോരാട്ടം. വരദയുടെ സ്ട്രാറ്റജി എന്തായിരുന്നു അറിയാം? കൂടുതൽ ഇട്ട് നിൽക്കുന്നത് ആരാണോ അവരല്ലേ വിജയിക്കുക. അതെ. അപ്പൊ നമ്മൾ കൂടുതൽ ഇടുന്നില്ല, മറ്റേ ആളുടെ നിന്ന് തട്ടിക്കളഞ്ഞാലും മതി. അതെന്താ ഉണ്ടായതെന്ന് അറിയോ? അവളെന്നെ ഞാൻ വീണു, എന്നെ വീഴ്ത്തി കഴിഞ്ഞപ്പോ കുറെ എന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ എന്തായാലും അവൾക്കാണ് കൂടുതൽ. അവളുടെ നിന്ന് പിടിച്ചു വലിക്കും. ഞാൻ പറഞ്ഞ പോലെ സ്ട്രോങ് ആണ്, പറ്റില്ല എന്റെയിലേക്ക് എടുക്കാനായിട്ട്. അപ്പുറത്തോട്ട് തട്ടിക്കളയാലോ. എനിക്ക് പറ്റിയത് ഇതാണ്. അല്ല, ഞാൻ ചെയ്തപ്പോ എനിക്ക് പറ്റിയതാണ്. എനിക്ക് തള്ളിയിടുള്ള എന്നുള്ളൊരു പരിപാടി എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ വിചാരിച്ചു അത് ശരിയല്ലല്ലോ, പിടിച്ചു വലിക്കല്ലേ ചെയ്യും. ഞാൻ നോക്കിയാൽ അവയിലൊക്കെ തള്ളിയിട്ടു. അപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. അതാണ്. എന്തായാലും വരദയും ഹർഷയും ഇതേവരെ നടന്നതിൽ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു, ഒരു സംശയമില്ല. സത്യം പറഞ്ഞ ഇതൊരു സമനില നടക്കേണ്ട മത്സരമാണ്. പക്ഷെ അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ഒരു മത്സരം പോലെ നല്ല കടുത്ത മത്സരമായ സ്ഥിതിക്ക് നമുക്കൊരു എന്താ പറയാ, ഒരു സംശയത്തിന്റെ ആനുകൂല്യം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ 2 ട്യൂബുകളാണ് അവസാനം വരദയുടെ കഴുത്തിലൂടെ ഉണ്ടായിരുന്നത്. അതെ, ഇദ്ദേഹത്തിന്റേത് 1 അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്തിമ വിജയിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മധുരരാജയിലെ വരദ. ഒരു
ഉഗ്ര മത്സരമാണ് നടന്നത്. കാണുന്ന സമയത്ത് നമുക്കൊരു ത്വര തോന്നിയായിരുന്നു, ഒരു ഹരം തോന്നിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. സംഭവം എന്താന്ന് വെച്ചാലേ ഇത് എടുത്തിട്ട് തോളിക്കൂടെ ഇടുന്ന സാധനം വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ഇത് പിടി കൂടുന്ന സംഭവം ഭയങ്കര പിടിച്ചു പറയാണ് അതിന്റെ ഹരം. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഈ മധുരരാജയെ നമ്മൾ എന്തായാലും വിന്നേഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചു, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമുക്ക് ഒരു മത്സരം കൂടി നടത്തിയാലോ? നടത്താം. ഇത് നടത്തേണ്ടി വരും. അൻസിബയ്ക്ക് എന്താ തോന്നണേ? നന്നായിരിക്കും, നല്ലതായിരിക്കും. മത്സരിക്കാനായിട്ട് ഒരു തോന്നലുണ്ടായില്ലേ? ഞാനോ? നല്ല രസമല്ലേ ഇത്? ഇങ്ങനെ എടുത്ത് തലേക്കൂടെ ഇടാന്നിട്ട് ഇങ്ങനെ ഒരിഞ്ഞൊരിഞ്ഞ് നടക്കുക, എന്നിട്ട് അപ്പുറത്തെ ഇത് പിടിച്ചു പറിക്കുക. കാണാൻ നല്ല രസമാണ്, പക്ഷെ അത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായത് കഴിഞ്ഞപ്പോ ഇവരുടെ എക്സ്പ്രഷൻ കണ്ടപ്പോ. നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴല്ലേ നമ്മൾ മറ്റേ ഹീറോ ആവുന്നേ. മനസ്സുകൊണ്ടൊരു സാഹസികയല്ലേ? അൻസിബൊക്കെ പറ്റും. അത്ര വലിയ ഇങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ച് കുഴിയിൽ തള്ളുന്നതല്ലാതെ. അൻസിബ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്തെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഇപ്പൊ ഇവിടെ എല്ലാവരും കണ്ടു. അൻസിബയ്ക്ക് വേണ്ടിയിട്ട് ഈ കൂട്ടത്തിലെ നമ്മുടെ കൂട്ടത്തിലെ ഒരു പെൺകുട്ടിയെ അൻസിബയ്ക്ക് മത്സരിക്കാനായിട്ട് കൊടുക്കാം. ഒരു സുന്ദരി കുട്ടീനെ കൊടുക്കണം. ഒരു നല്ല നീണ്ട മുടിയൊക്കെ ഉള്ള, നല്ല നീണ്ട മുടിയൊക്കെ ഉള്ള ആരെങ്കിലും ഒരാൾ മതിയോ? മതി. പെൺകുട്ടി തന്നെ അവിടെ നിർബന്ധമുണ്ടോ? ഒരു നീണ്ട മുടിയുള്ള കുട്ടി പോരെ? മതി. അതാകുമ്പോ ഈ മുടിമ പിടിച്ച് വലിക്കാൻ പറ്റും. അതെ, നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ മുടിയുള്ള ഒരു കുട്ടി അവിടെ ഞാനോ? പക്ഷെ ഞാൻ വെല്ലുവിളിയായിട്ട് ഒരു പെൺകൊച്ചിന്റെ കൂടെ മത്സരിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു ആവേശമാണ്. തുടക്കത്തിൽ പറഞ്ഞെന്തോ സ്ഥാനത്ത് അർജുനാണെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ആവേശം കാണാനില്ലല്ലോ. അൻസിബയോട് മത്സരിക്കാനാണെങ്കിൽ ഓട്ടോറിക്ഷയുടെ ട്യൂബിൽ വരെ ബൈച്ചേട്ടൻ മത്സരിക്കും. ഞാൻ തോറ്റു കൊടുക്കുകയും ചെയ്യും. ഒരു നീണ്ട മുടിയുള്ള കാതിൽ കമ്മലിട്ട ഒരാളാണ് മത്സരിക്കാനായിട്ട് വരുന്നത്. മറ്റാരുമല്ല, കല്ലു. ഞാനോ? നിങ്ങൾ തമ്മിൽ മത്സരിച്ചാൽ നല്ലതായിരിക്കും, അടിപൊളിയായിരിക്കും. ഒരു കാര്യം, സാരി കൊടുത്തു വന്നിട്ട് മത്സരിക്കാൻ വന്നിരിക്കണം. അൻസിബയ്ക്ക് എതിരാളിയായിട്ട് കല്ലുവിനെ കിട്ടിയത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, എങ്ങനെയെങ്കിലും വിജയിച്ചോളാം, അല്ലെങ്കിൽ നാണക്കേട് എനിക്കാണ്. ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ അൻസിബയാണ് നമ്മുടെ ഒരു എതിരാളി എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കല്ലുവിന്റെ എതിരാളി എന്നുള്ളത് കൊണ്ട് ഞാൻ മത്സരത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്താണ്. വേറൊന്നല്ല, ഈ പിടിച്ചുപറിയുടെ കാര്യത്തിൽ അങ്ങേര് ഭയങ്കര പുലിയാണ്. അപ്പൊ ആ പരിപാടി വേണ്ട. പിടിച്ചുപറി വേണം. പിടിച്ചുപറി വേണ്ട. അങ്ങനെ നിങ്ങൾ അൻസിബേനെ പിടിച്ചു പറിക്കാൻ വരണ്ട. അതെന്ത് പരിപാടി? അത് പാവപ്പെട്ട ബൈചേട്ടൻ ചാടി ഇറങ്ങിയപ്പോ കുറ്റം അവിടെ നിന്ന് ചാടി നിൽക്കുകയാണ്. എനിക്ക് പിടിച്ചു പറിക്കുന്നത് അല്ല, ആ മത്സരത്തിന്റെ ആ ഒരു അല്ല രസം എന്താണെന്നറിയോ? ഇവിടെ ഈ റൗണ്ടിൽ പിടിച്ചുപറിയില്ല എന്ന് പറഞ്ഞ ബൈചേട്ടൻ എന്നാ പിന്നെ കുഴപ്പമില്ല. എന്തായാലും പിടിച്ചു പറയൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ മത്സരിച്ച പോലെ ഏറ്റവും പരമാവധി ട്യൂബ് എടുത്ത് നമ്മുടെ തലയിൽ കൂടെ ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണോ അവരായിരിക്കും വിജയി. റെഡിയാണോ? ഒരു ഉഗ്രം കൈ കൊടുത്ത് രണ്ടുപേർക്കും. Your time start now. തീരുമാനിക്കും. പറ്റും 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 പറ്റും. ഒന്നുകൂടി ഞാൻ വീണുപോയി. ഒന്നുകൂടി ചെയ്യണ്ട. ഒന്നുകൂടി ചെയ്യാൻ നിങ്ങൾ വീഴും. 3 റൗണ്ട് വേണ്ട. 3 റൗണ്ട് ഇല്ല. അൻസിബയുടെ മുമ്പിൽ വീണു. ആ റൗണ്ടിൽ ഉഗ്രനായിട്ട് അൻസിബ പരാജയപ്പെടുത്തിയിരിക്കുന്നു. പാവം കല്ലുവിനെ. ഒരു അവിടെ ഒരു കൂലോടുത്ത് കാണൂല്ലേ? ഞാൻ വലിയ കാര്യത്തിന് ഇവിടെ നിന്ന് വലിയ കാര്യത്തിന് സപ്പോർട്ട് ചെയ്തൊക്കെ പറഞ്ഞിട്ട്. അതെ, നമ്മളൊരു ഗസ്റ്റ് വരുമ്പോ നമ്മൾ തോച്ചു കൊടുക്കണ്ടേ? അതാണല്ലേ, അതാണ് സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു. അത് ഇവിടുന്ന് സാധാരണ സാഹചര്യം പറയാറുണ്ട്. സ്ഥിരമായിട്ട് അവർ തോക്കുന്നത് കൊണ്ട് ഞങ്ങൾ തോറ്റു കൊടുക്കുന്നതാണ്. തോറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ പല ന്യായം വീണുപോയെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
കല്ലുവിന്റെ പ്രായം വെച്ചിട്ട് ഇത് ഇവിടുന്ന് മാറ്റാനായിട്ട് കുറച്ച് സമയം എടുക്കും. പ്രായത്തിന്റെ കാര്യം ആരെങ്കിലും ചോദിച്ചോ? അതുവരെ ചെറിയൊരു ബ്രേക്ക്. വേഗം തിരിച്ചു വരാം. ഇത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. വെൽക്കം ബാക്ക് ടു റോക്ക് ആൻഡ് റോൾ. കല്ലു, മാത്തു, ബ്രസീലിൽ ഒരു പ്രതിമ ഉണ്ട്, റിയോ ഡി ജനീറോയില്. അതെ, അതിൽ ഇങ്ങനെ നിൽക്കണ പോലെ, ക്രിസ്തു നിൽക്കണ പോലെ ഇങ്ങനെ നമ്മൾ കൈ വിരിച്ച് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിട്ട് ആളെ നിർത്തും. അതെ. എന്നിട്ട് അപ്പുറത്തെ ടീമിൽ നമ്മൾ ആളെ വിളിച്ചു കൊണ്ടിട്ട് അതേപോലെ ആ കവണ പിടിച്ചങ്ങ് നിർത്തും. അതെ. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം ചെയ്യരുത്. മാത്തു ഒന്ന് കൈവൊക്കെ നന്നായിട്ട് വലിച്ചിട്ട് മാത്തുക്കുട്ടിയുടെ മുഖം നോക്കിയേ. ഇതാണ് സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് നന്നായിട്ട് പണിഷ്മെന്റ് കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. അതെ, നന്നായിട്ട് വലിച്ചിട്ട് ഇതുപോലെ വലിച്ചിട്ട് നീക്കണം. അപ്പൊ വിജയിച്ചിരിക്കുന്ന ടീം മധുര രാജ്യാണ്. അപ്പൊ ശിക്ഷ കൊടുക്കേണ്ടത് നിങ്ങളാണ്. അതെ. ശിക്ഷ ഏതെന്ന് വാങ്ങിക്കേണ്ടത് ടീം ദേവാസ്. റെഡിയാണോ? അപ്പൊ അങ്ങനെ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. എടുത്തിട്ട് അടിച്ചോളാം. പക്ഷേ ഈ പ്രാവശ്യമെങ്കിലും ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഞാൻ ഓരോരുത്തരെ വിളിക്കാനായിട്ട് അല്ലേ, അങ്ങനെ അങ്ങനെയൊക്കെ കിട്ടുന്ന ചാൻസ് അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ നീനു വരട്ടെ. പൊറിഞ്ചു പോട്ടെ. അപ്പൊ അഖിലേ, your time starts now. കൊടുത്ത പണി. തന്നെ ആദ്യത്തെ അടി കൊണ്ടിട്ട് അവിടെ നിൽക്കണം. ഓക്കെ, മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും. മൂന്നിൽ 2 ലക്ഷ്യത്തിലെത്തിക്കൊണ്ട് അഖിൽ. വരൂ. ഹായ്, എന്താ ഒരു കല. അടിപൊളി. നീ നിനക്ക് ഞാൻ തരാം. ഇനി മൂന്നാമത്തത്. അർജുൻ ചോദിക്കണത് അറിയോ? നീ എന്തോന്നറിയാം എന്റെ നെഞ്ചത്തോട്ട് മാത്രം കയറണത്. മൂന്നിൽ 3 നെഞ്ചത്തോട്ട്. ഇന്നലെ അടുത്ത ആള് ഞങ്ങളുടെ വരദ വരുന്നു. അവിടെ നിന്ന് ഹർഷനെ വിളിക്കുന്നു. ആത്താണ് ഈ വരദ ഹർഷ തമ്മിൽ കോമ്പറ്റീഷൻ നടത്തുന്നത്. കൂട്ടിയിടിപ്പിക്കട്ടെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വരദ ഇങ്ങനെ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് വരണമെങ്കിലും ഉണ്ടല്ലോ, അവസാനം ഹർഷക്കിട്ട് കൂട്ടുന്ന ഹർഷ ഭയങ്കര ബലമുള്ള ആളാണ്. പക്ഷെ ഞാൻ ജയിക്കുമെന്നുള്ള ജയിക്കാൻ ശ്രമിക്കണ്ടേ? പിന്നെ ഓപ്പോസിറ്റുള്ള ആൾക്ക് ബലം ഉണ്ടോന്ന് വിചാരിച്ച് നമ്മൾ കളിക്കാതിരിക്കരുതല്ലോ. കൂടുതൽ ശ്രമിക്കണം. അത് വേണം. കൊടുക്ക് പണി. റെഡി. ആ മൂക്ക് നോക്കി ഒന്നൊന്ന് അത്ര പോരാ. കൊണ്ടു. പക്ഷെ കൊള്ളുന്നുണ്ട്. ഒരു ദുർബലമായ ഷോട്ടായിരുന്നു. അവസാനത്തേതുമായിട്ടുള്ളത്. അത് പണി നേരെ വെച്ചോ. 3 എണ്ണത്തിൽ 1 എണ്ണം കൃത്യമായിട്ട് കിട്ടി. ഇനി നമ്മുടെ പാവം അവനെ വിളിക്കും. വരും. ആരാ? സാജൻ വരുന്നു. മലയാളം സീരിയലിലെ നായകനും മലയാള സിനിമയിലെ വില്ലനും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മത്സരം തുടങ്ങണേക്കാളും മുമ്പേ അത് ഓർപ്പിക്കരുത്. കൂടാണോ? ഇരിക്കണം. അയ്യോ, ഇനി ഞാൻ എന്തോരം തിരിച്ചാ മതിയാവും. ചേട്ടാ കൊള്ളത്തില്ല ചേട്ടാ. ഇന്നലത്തെ റെഡി, 1 2 3. അയ്യോ, മരം വീണേ. ഇത് തിരിച്ചടിക്കുന്ന സാധനം. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് അടിച്ചേരാ. ഞാൻ അങ്ങോട്ട് അടിച്ചേരാ.
ഇപ്പോഴാണ് സമാധാനം. വാ. ഇന്നലത്തെ game ഓർമ്മയുണ്ടോ? ഇപ്പോഴാണ് സമാധാനം. അടിച്ചോ, അടിച്ചോ. ഓക്കെ, അടുത്തത്. അടിച്ചോ. ഇതെങ്ങനെ ഇരിക്കും? നിങ്ങൾ തിരിച്ചു വരും. ഇത് ബാക്കി എല്ലാവരും അടിച്ചപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അതെ. അതാ ശരിയാ. ഓക്കെ, ലാസ്റ്റ് അതുകൊണ്ട് വീണേ. ആദ്യത്തേത് പാഴായെങ്കിലും രണ്ടാമത്തേത് മൂന്നാമത്തേത് ലക്ഷ്യത്തിലെത്തിയ ബൈജു അണ്ണൻ. ഇനി ഹരിത. ഇനി അവളെ ഉള്ളല്ലോ. അശ്വതി. അശ്വതി ഉള്ളല്ലോ. മുഖത്ത് ലക്ഷ്യം വെച്ച് തന്നെ കൊടുത്തോ. മുഖത്താണ് ലക്ഷ്യം. ഹരിത പറ്റണം. ഇത് പറ്റണം. ഇത് സാധിക്കണം. പോയി. പറ്റണം. വലിച്ചു വിട്, കൈവിട്. ബോള് പോയി, ബോള് പോയി. രണ്ട് കൈ ഒരുമിച്ച് വിട്. പോയി, പോയി. ഇങ്ങനെ പിടി. പോയി. രണ്ട് കൈ ഒരുമിച്ച് വിട്. ക്ലിക്കായി, ക്ലിക്കായി. പരിപാടി അത് തന്നെ പരിപാടി. ഇനി എനിക്ക് രണ്ടെണ്ണം ലക്ഷ്യത്തിലെത്തിച്ചാൽ മതി. ഹരിത ഏഴുപുണ്ട. നീ ഒന്ന് ഇപ്രാവശ്യം നോക്കിയോ. വായിച്ചേട്ടന്റെ മുഖത്തിരിക്കുന്നത്. എനിക്ക് പേടിയാണ് കൊച്ചെ, ഒന്ന് വേഗം. കല്ലു മാത്തു. കിട്ടിയത് പക്ഷേ ഉണ്ടല്ലോ ഉഗ്രനടിയായിരുന്നു. ഒരുപാട് സന്തോഷം അൻസിബ ഇത്രയും നമ്മുടെ കൂടെ നിന്നതിൽ. ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ അൻസിബയെ തേടിയെത്തട്ടെ. ഇതേപോലെ നാഴികക്കല്ലായിട്ട് മാറുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് അൻസിബയ്ക്ക് ചെയ്യാൻ പറ്റട്ടെ. പിന്നെ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ ആ കൊച്ചൊന്നും വിളിച്ച് പറയരുതേ, ആ കൊച്ചു മിണ്ടരുത് എന്നൊക്കെ പോലീസുകാർ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തളർന്ന് വീഴുന്ന സമയത്തൊക്കെ പ്രേക്ഷകർ കൂടെയുണ്ട്. അങ്ങനെ പ്രേക്ഷകരെ കിട്ടാൻ ഒരു ക്യാരക്ടറിന് സാധിക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതുപോലെയുള്ള ക്യാരക്ടറുകൾ ഒരുപാട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും ഞാനും ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഞാനും സിനിമയിൽ വരുന്ന പോലും വിചാരിക്കാത്തൊരു ഫാമിലിയിൽ നിന്നും ഒരു സ്ഥലത്തു നിന്നും ഒക്കെ വരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ എനിക്ക് വരാൻ പറ്റി. ഇന്ന് ഞാൻ ഈ വേദിയിൽ അൻസിബ എന്നുള്ളൊരു പേരിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം തീർച്ചയായിട്ടും ജീതു സാറാണ്, ലാലേട്ടനാണ്, ആന്റണി ചേട്ടനാണ്, ഓൾ ക്രൂ ആണ് തൃശ്ശൂരത്തിന്റെ. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ ഈ ലാലേട്ടന്റെ മോളെ കൊണ്ടുവരുന്നു, അമ്മയെ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ മമ്മൂക്കായ്ക്ക് അമ്മയും മോളൊന്നും ഇല്ല. അല്ല, ഒരു ചോദ്യമാണ്. ലാലേട്ടന്റെ മോള്, ലാലേട്ടന്റെ അമ്മ. പക്ഷെ ഹൻസിബയുടെ ദൃശ്യം ഫസ്റ്റിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ദൃശ്യം 2 തന്നെയാണ്. സീരിയസ് ആയിട്ട് പറയുന്നത്. കാര്യം അത്രയും നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി. അൻസിബ ഡയറക്ട് ചെയ്യാൻ പോകുന്നു എന്നൊരു ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നീ അവസരം ചോദിക്കാൻ നീ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വാ. സാധാരണഗതിയിൽ ഒരു ഡയറക്ടറുടെ അടുത്ത് എങ്ങനെയാ ചാൻസ് ചോദിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് നീ അവിടെ നിന്ന് വന്ന് ചാൻസ് ചോദിക്കാം. മാഡം വാട്സപ്പ് നമ്പറും തരണം. എന്തിന്? ഞാൻ രാത്രി ആകുമ്പോൾ 4-5 ലിങ്ക് അയച്ചു തരാം. എന്റെ പരിപാടികളാണ്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എനിക്ക് അവസരം എന്ത് പരിപാടികളുടെ ലിങ്കാണ്? ഞാനൊരു കാര്യം പറയട്ടെ, നീ ജീവിതകാലത്ത് നടനാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയാണ് അവസരം ചോദിക്കണമെങ്കിൽ. സത്യത്തിൽ അവസരം ചോദിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. അതിന് ശരിക്കും അവസരം ചോദിക്കുന്ന പോലെ ഒന്ന് ചോദിച്ചേ. മാഡം നമസ്കാരം. പേര് അഖിൽ എന്നാണ്. ട്രിവാൻഡ്രത്താണ് വീട്. അങ്ങനെ 1-2 TV റിയാലിറ്റി ഷോയിലൊക്കെ ടൈറ്റിൽ വിന്നറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ 5-ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡിസ്റ്റോയ് സാറിന്റെ മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞ സിനിമയിലൊരു ക്യാരക്ടറായിരുന്നു. അതിൽ വിനയ് ഫോർട്ടും ഞാനും കൂടെ ആയിരുന്നു. അസിസ്റ്റന്റ് ആയിട്ടുള്ള ഓക്കെ. മാഡത്തിന്റെ അടുത്ത പടത്തിൽ എനിക്ക് പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു മാഡം. നമ്പറും തരാമോ? പിന്നെന്താ, ലിങ്ക് അയക്കാൻ അതിനൊന്നുമില്ല. അല്ല, എനിക്ക് ചാൻസ് ഒക്കെ ചോദിക്കാൻ അറിയാം. പക്ഷെ ഞങ്ങളത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഞാൻ ചോദിക്കും. ഇങ്ങനെ ഇവിടെയൊക്കെ വിളിച്ചിട്ട് ചാൻസ് ചോദിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാൻ പറ്റും. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചാൻസ് ചോദിക്കാതെ ആരെ നടനാക്കിയിട്ടുണ്ട് ആയതുകൊണ്ട് അത് കണ്ടിട്ടായിരിക്കും വന്നത്. പിന്നെ 5 പടം അത് കണ്ടിട്ട് വന്നത്. 5ലും എന്റെ പടം കൊണ്ട് വീട്ടിൽ ഇരിപ്പുണ്ട്. അഭിനന്ദനങ്ങൾ. ബൈചേട്ടൻ എപ്പോഴും
കുറച്ചു മുമ്പ് കൂടെ നമ്മുടെ അടുത്ത് പറഞ്ഞുള്ളൂ അൻസിബയുടെ കൂടെ വരാനും അൻസിബയുടെ ഒപ്പം മത്സരിക്കാനുള്ള ആഗ്രഹത്തെ കുറിച്ച്. നിങ്ങളെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കാം. നിങ്ങളോടുള്ള ഒരു ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും പ്രായത്തോടുള്ള റെസ്പെക്ട് കൊണ്ടും ഒക്കെയാണത്. അതുകൊണ്ട് തന്നെ പറയാം, ഇവിടെ വന്നതിന് ശേഷം അൻസിബയെ തൊടാനോ കയ്യിൽ ഒപ്പം വയ്ക്കാനോ ഒന്നും പാടില്ല. അല്ല, അതൊക്കെ ഞാൻ ചിലപ്പോ ആ ഒരു മൂഡ് പോലെ ചിലപ്പോ തോന്നുമ്പോ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ ചെയ്യുമ്പോ ചിലപ്പോ ഒന്ന് തൊടണോന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ അല്ലെ, അത് ഞാൻ മുൻകൂട്ടി വന്നിട്ട് പിന്നെ എങ്ങനെ ഇത് ചെയ്യുന്നത്? ശരി ശരി വൈകിട്ട് അങ്ങനെയാണെങ്കിൽ വേണ്ട. ഉമ്മ ഒഴിച്ച് ബാക്കി എന്തെങ്കിലും ചെയ്യാം. ഉമ്മയില്ല, കയ്യിൽ തൊടാനും പാടില്ല. അല്ലാണ്ട് എന്താ ചെയ്യാൻ? അല്ലാത്തൊരു പ്രേമമാണല്ലോ ഇവിടെ. Double 6 double 5 step. And speak to Miss Sunita Menon. കൈ തരാൻ റെഡിയായിരുന്നു. ഇത് സത്യം കൈ റെഡിയായി വന്നതായിരുന്നു. അപമാനിക്കരുത്, അത് ശരിയല്ല. ഒരു സെക്കൻഡേ, കൈ ഒരു ഫ്ലൈങ് ഒഴിവാക്കി. കൊറോണ കൈയോട് സോഷ്യൽ ഡിസ്റ്റൻസിങ്. വൈച്ചേട്ടൻ പറഞ്ഞ കേട്ടായിരുന്നു അൻസിബേന്റെ അടുത്ത്. അൻസിബ നന്നായിട്ട്, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അൻസിബ എൻജോയ് ചെയ്തു ചോദിച്ചിട്ടില്ല. അൻസിബ എൻജോയ് ചെയ്തത് ആരെങ്കിലും ചോദിക്കും, ഒന്ന് ചോദിക്കും. പിന്നെ നല്ലായിരുന്നല്ലോ. പേടിച്ചിട്ടാണ്, സീരിയസ് ആയിട്ട് പേടിച്ചിട്ടാണ്. അല്ല, എന്തായാലും അൻസിബയുടെ കൂടെയുള്ള ഡാൻസ് എങ്ങനെയാണോ ബൈച്ചേട്ടൻ എൻജോയ് ചെയ്തത്, അതേപോലെ തന്നെ പ്രേക്ഷകർ എല്ലാവരും ഈ എപ്പിസോഡ് എൻജോയ് ചെയ്തു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളുടെ സുക്കുടു വാവയും പിന്നെ നമ്മുടെ എല്ലാവരും ചേർന്നിട്ട് അടിച്ചു പൊളിച്ച് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലോ? അതെ, റോക്ക് ആൻഡ് റോളിന്റെ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ഇപ്പോ പാട്ട് വരട്ടെ.